ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു മഴയത്ത് നമ്മുടെ നാട്ടിലെ കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ മഴയൊന്നുമില്ലായിരുന്നു, പക്ഷെ നന്നായിട്ട് മഴയായത് കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ബീച്ചിൽ പോകുന്നത് അത്ര നല്ല സേഫ് അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ നേരെ മാളിലേക്ക് കയറി, ഗോകുല മാളിലേക്ക് കയറി. അപ്പോൾ ഫ്രണ്ട്സും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വണ്ടി നിർത്തി വരുമ്പോഴേക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടികളും ഒത്തിട്ട് കുറേ ദിവസമായി ഒന്ന് പുറത്ത് പോയിട്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ മാളിലൊന്ന് കറങ്ങാണ്. ആ ഒരു സമയത്താണ് ദ ടീ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെ പഴയ കാലത്തേക്ക്, അതായത് 80s 90s കിഡ്സിനൊക്കെ അറിയാം, ഒരുപാട് മിഠായിസ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് മിഠായിസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ദ ടീ ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോകുലമാളിൽ വരുന്ന സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊരു രസമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നും ഇത് തിരിക്കേണ്ടതെന്നും ഇവർക്ക് മനസ്സിലായില്ല. ആ സമയത്ത് രഞ്ജുവേട്ട അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു രസമാണ്. നമ്മളെ പഴയ കാലത്തേക്ക്, പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജസ്റ്റ് ഒരു രസം, അതിന് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പം നമ്മൾക്ക് നല്ല നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന, മൈലാഞ്ചി ഇടാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് അവരിട്ട് കൊടുക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഫിലിം സ്റ്റാർ സജിത പെട്ടീനെ അവിടെ കണ്ടത്. അപ്പോൾ ഒട്ടും താരജാടയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ത്രീയായിരുന്നു സജിത പെട്ടി. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരം അവരൊത്ത് സംസാരിച്ചിരുന്നു. സജിത പെട്ടി ഫാമിലി ആയിട്ടാണ് വന്നത്. അവരുടെ വീട് വരുന്നത് വയനാടാണ്. നമ്മളെ കണ്ടപ്പം തന്നെ, ഞങ്ങൾ അടുത്തേക്ക് പോയപ്പം തന്നെ സംസാരിക്കാനും അവരെ ഫാമിലി ഒത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നു. നല്ലൊരു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും എൻജോയ് ചെയ്ത്, പിന്നെ നമുക്ക് നമ്മളെ മെയിൻ ഫുഡ് മന്തിയാണ്. അപ്പം സൂപ്പി മന്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പി മന്തി കഴിക്കാതെ പോകരുത്. മിസ് ചെയ്യരുത്. നല്ലൊരു ആംബിയൻസിൽ വരുന്ന അടിപൊളി ഒരു ഹോട്ടലാണ്. നമുക്ക് നല്ലൊരു, ഞങ്ങൾ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് വരണം എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂപ്പി മന്തിയിലേക്കാണ് പോകുന്നത്. അത് ബീച്ച് റോഡിലാണ് വരുന്നത്. സെന്റ് ജോസഫിന്റെ സ്കൂളിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വട്ടം കോഴിക്കോട് വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇവിടെ വന്നിട്ട് മന്തി കഴിക്കുക. പക്ഷേ രാത്രി, എനിക്ക് തോന്നുന്നു രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കാത്തതാണ് നന്നാവുക. ഞങ്ങൾക്ക് ചെറിയൊരു ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഏകദേശം കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ അടിപൊളി. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മന്തി മാത്രമേ ഇവിടെ നിന്ന് കഴിച്ചുള്ളൂ. ആർക്കും വലിയ താല്പര്യം തോന്നില്ല, കാരണം ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഉച്ചയ്ക്ക് കഴിച്ച സമയത്ത് ഞങ്ങൾ പണ്ട് വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് സൂഫി മന്തി ചൂസ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഞങ്ങൾ എത്തിയത്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നല്ല അടിപൊളി ഫുഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മധുരമായിട്ടും എരിവായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഫുഡ് കോർട്ടുകൾ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, കുറച്ച് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കളയുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ഡസ്റ്റ്ബിന്നിൽ നമ്മൾ കഴിച്ച പാത്രം ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഡസ്റ്റ്ബിന്നിൽ ഒറ്റ കപ്പ് പോലും ഇല്ല. എല്ലാ കപ്പും കിടക്കുന്നത് നമ്മളതാ നിലത്ത്. ഒരുപാട് ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ ബാസ്ക്കറ്റ് ഒക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ കപ്പ് ഇടുന്നില്ല. നമ്മുടെ നാട് എന്തിനാ വെറുതെ ഇങ്ങനെ വൃത്തികേടാക്കുന്നത് ഞാൻ കുറേ ചിന്തിച്ചു. ഞാൻ മാത്രമേ അതിലൊരു കപ്പ് ഇട്ടതായിട്ട് ഞാൻ കണ്ടുള്ളൂ. ഞാനത് വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് നല്ലൊരു കാഴ്ച ഉള്ളത്. കിച്ചും ഋഷും, ആബിക്കാന്റെ മോനും രഞ്ജുയുടെ കിച്ചും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛനും ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഒരു രസം തോന്നി. അപ്പോഴാണ് അവരെ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ രാത്രി എല്ലാവർക്കും നല്ലൊരു ഓർമ്മയായിട്ടില്ല, നല്ലൊരു രാത്രിയായിരുന്നു. കുട്ടികളും മക്കളും എല്ലാവരും അടിച്ചു കുറെ നേരം അവർ ഇതിന് ശേഷം വെള്ളത്തിലൊക്കെ ഇറങ്ങി. രാത്രി ഏകദേശം 12:30 1 മണി ആയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ. എന്നാലും നമ്മൾ കോഴിക്കോട് ബീച്ചിൽ തിരക്ക് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു തിരക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പിന്നെയും വരുന്നുണ്ട്. പക്ഷെ എത്രയും നേരം വൈകി മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ യാത്രയായി. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ
എല്ലാവരും സേഫായിട്ടിരിക്കുക. യാത്രകൾ എല്ലാവർക്കും നല്ലൊരു അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.